അല്ല നിങ്ങള് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് തന്നെ. അതായത് നമ്മുടെ എനിക്കിപ്പോ ചോദ്യം അതല്ല. ഖുർആനിൽ അതൊക്കെ പറഞ്ഞാല് നമുക്ക് ശരിയാണ്. പക്ഷെ നേരിട്ട് താങ്കൾ പ്രവാചകനിലൂടെ എക്സാമ്പിൾ പറയൂ. എന്ത് കാര്യമാണ് താങ്കൾ കാലഹരണപ്പെട്ടതെന്ന് പറയാൻ വേണ്ടി എടുത്തത്? എന്ത് കാര്യമാണ് അത് പറയാനാ പറഞ്ഞത്? ഞാൻ പരിശുദ്ധ ഖുർആനാണ് എടുത്തത്. കാലഹരണപ്പെട്ട ഗ്രന്ഥമാണെന്ന് താങ്കൾ പറഞ്ഞു. അന്നേരം കാലഹരണപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്ന് കാലഹരണപ്പെട്ട ഒരു കാര്യം എടുത്തു പറയൂ. അതാണ് ചോദിച്ച ചോദ്യം. മനസ്സിലായോ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞല്ലോ അതാ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ എന്ന് അങ്ങനെയാണ്. പറയാൻ പരിശുദ്ധ പറ്റത്തില്ല. ഖുർആനിലുള്ളത്. എന്താണ് കാലഹരണപ്പെട്ട കാര്യം അതിൻ്റെ അകത്തുനിന്ന്? അതെടുത്ത് പറഞ്ഞേ പറ്റൂ. അല്ല പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ട് ഇപ്പൊ പരിശുദ്ധ നമുക്ക് ഖുറാന്റെ കാര്യമല്ല കണക്കുകളുണ്ട്, താങ്കളിപ്പോ പറഞ്ഞ. തെളിവുകളായിട്ട് താങ്കളിപ്പോ പറഞ്ഞ കാണുന്നുണ്ട്. ബൈബിൾ കാലഹരണപ്പെട്ട ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. അതിന്റെ അകത്തെ കാലഹരണപ്പെട്ട ഒരു കാര്യം പറയൂ. ഞങ്ങളും കൂടെ ഒന്ന് കേൾക്കട്ടെ കാലഹരണപ്പെട്ട എന്ത് കാര്യമാണെന്ന്. അല്ല അപ്പൊ അത് ജമാലെ, ഞാൻ ഞാനൊരു പറയാൻ കാര്യം നിങ്ങൾ ചോദിക്കട്ടെ ജമാൽ? സമ്മതിക്കുന്നില്ലല്ലോ. എന്നാ കുറച്ച് പിന്നെന്താ, മ്യൂട്ട് ചെയ്യേ. ഞാൻ പറഞ്ഞോളൂ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. ചോദിച്ചോണ്ടിരിക്കല്ലേ. എവിടെയാണ് അതായത് ജമാൽ ഭായ്, അങ്ങനൊന്നും പറയല്ലേ. കാലഹരണപ്പെട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു. പറഞ്ഞാല് അതിൽ ഒറിജിനൽ ഇഞ്ചിയിലോ തൗറാത്തോ ഇല്ല, ഇന്നില്ല. പിന്നെ അതിൽ നിന്ന് കിട്ടിയ കുറെ കോപ്പികളാണ് നിങ്ങളുടെ അടുത്തുള്ളത്. നിങ്ങൾ ബൈബിളാണെന്ന് പറയുന്നത്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്ത് പിന്നെ അല്ലെങ്കിൽ ഇഞ്ചിയിലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഗ്രന്ഥവും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അവര് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളല്ല. ഇസ്ലാമാണ് പറഞ്ഞത് അത് കാലഹരണപ്പെട്ടു. ഇനി അടുത്തത് ഖുർആനാണ്. ഇനി മുതൽ ഖിയാമത്ത് വരെയുള്ള ഖുർആൻ മതി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, അവരും കൂടി തന്നെയാണ് പറയുന്നത്. ആരാണീ അവര്? നിങ്ങൾ അതിൽ പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരാണീ കാരണം നിങ്ങൾക്ക് അവര്? അതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഈ അവരെന്ന് പറയുമ്പോ അത് ആരാണെന്ന് പറയണ്ടേ? അത് യഥാർത്ഥ ക്രിസ്ത്യാനികളും യഹൂദരും. ഏത് ക്രിസ്ത്യാനിയും ഏത് യഹൂദനാണ് ഖുറാൻ ഇന്നതില്ലല്ലോ. അംഗീകരിച്ചിരിക്കുന്നത്? ഇന്ന് ക്രിസ്ത്യാനിയും യഹൂദിയും ഒന്നുമില്ല. നിങ്ങൾ അവരൊക്കെ ഇസ്ലാമിലേക്ക് സംസാരിച്ചപ്പോൾ വന്നു ഞാൻ കഴിഞ്ഞു. മ്യൂട്ട് ചെയ്തില്ലേ ജമാലെ? നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തില്ലേ? ഇപ്പം ഈ പറയുന്ന കാര്യത്തിന് തെളിവടക്കം വേണം പറയാൻ. വെറുതെ വായ്ത്താരി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓ, അപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, ദാണ്ട് ഇന്നലെയും കൂടെ 4836 മുസ്ലിങ്ങൾ ക്രിസ്ത്യാനി എന്ന് എനിക്ക് വേണേൽ ജമാല് തള്ളി പോലെ തള്ളാം. നമുക്ക് ഈ തള്ളു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ നമുക്ക് പറഞ്ഞോളാം. പിന്നെ അപ്പം അല്ല, അതുകൊണ്ട് ഞാൻ ജമാല് സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് കയറിയായിരുന്നോ? ഇല്ല ഇല്ല, ഇല്ല. സംസാരിച്ചു. ഓക്കെ. അപ്പം ജമാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചത്, ഈ യഥാർത്ഥമായ ക്രിസ്ത്യാനികളും ഖുറാൻ അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഏത് ക്രിസ്ത്യാനി, ഏത് യഹൂദനാണ് ഖുറാൻ അംഗീകരിച്ച് ഇനി ഇത് മതി എന്ന് പറഞ്ഞത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരണം. ഓക്കെ, പറയുമ്പോൾ അതിനെന്തെങ്കിലും ചരിത്രരേഖ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരണം, ഏത് ക്രിസ്ത്യാനിക്കാണ് ഖുറാൻ അംഗീകരിക്കാൻ കഴിയുന്നത്? എന്റെ പൂർവികരായ ക്രിസ്ത്യാനികളും യഹൂദരും തന്നെ ആയിരിക്കാം. കാരണം അവരൊക്കെ ഖുർആൻ അംഗീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു. അതിന് ഓടി രക്ഷപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവര് പ്രത്യേകിച്ച് ഒരു കൾട്ട് ഉണ്ടാക്കി കുറെ ഗ്രന്ഥങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ എഴുതി ഉണ്ടാക്കി. എന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയുന്നു അത് ഈസാ നബി ആയിട്ടോ നിങ്ങൾ പറയുന്ന യേശുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അപ്പൊ പിന്നെ ഈ യേശു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവിടെ പറയുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ദൈവം അറിയിച്ചെന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളോ അതിലില്ല. അത് കാലങ്ങൾക്ക് ശേഷം ആരൊക്കെ എഴുതിയ കുറെ ഗ്രന്ഥങ്ങളാണ് ഞാൻ നോക്കുമ്പോ കാണുന്നത്. അപ്പൊ അതിനോട് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് വിട്ടു. താങ്കളുടെ പൂർവികര് ക്രിസ്ത്യാനികളല്ല. ഈ കാളിത്തള്ളയും ഗോപാലകൃഷ്ണനുമാണ്. അത് മനസ്സിലാക്കിക്കോണം കേട്ടോ. പറഞ്ഞു ഇനി. അത് വളരെ ശരിയാണ്. അത് ഞങ്ങളല്ല അത് പറഞ്ഞത്, അത് നിങ്ങളുടെ പണ്ഡിതനായ സക്കാഫി തങ്ങൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇപ്പം താങ്കൾ ഇവിടെ പറഞ്ഞു വെച്ചത്, ഈ ക്രിസ്ത്യാനികൾ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു, ഇപ്പോൾ ഉള്ളവരൊക്കെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കിട്ടി മരിച്ച ശേഷം, യേശു ക്രിസ്തു പോയ ശേഷം പിന്നീട് ആരൊക്കെയോ എഴുതി ചേർത്ത കാര്യങ്ങളാണ് വന്നത് ഇപ്പോൾ ഉള്ള ക്രിസ്ത്യാനിറ്റിയിലുള്ളത് എന്ന് പറഞ്ഞു. നിങ്ങൾ പോയ രീതിയിൽ ഞാൻ പോവാണ് കേട്ടോ. നിങ്ങൾ പോകുന്ന രീതി തല്ലാണ്. ജമാലെ, മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് എഴുതിയ ഹദീസിൻ പ്രകാരം, അല്ലെങ്കിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന, പോട്ടെ അങ്ങനെ അങ്ങ് വിട്ടേക്ക്, അള്ളാഹു ഇറക്കിക്കൊടുത്ത
ഖുറാൻ പ്രകാരം, ഖുറാൻ പൂർണ്ണമാണെന്ന് ഉള്ളതാണ് ജമാലിൻ്റെ വിശ്വാസം എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അത് ജമാൽ ആദ്യം പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാം. ഖുറാൻ പൂർണ്ണമാണെന്നാണോ ജമാലിൻ്റെ വാദം, ജമാലിൻ്റെ വിശ്വാസം? പരിശുദ്ധ ഖുർആൻ പൂർണ്ണമാണ്. അതാണല്ലോ ഇപ്പോ ഇന്ന് മനുഷ്യരാശിക്ക് ആകമാനം ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മാത്രമേ ഇന്ന് ബാക്കിയായിട്ടുള്ളൂ. അപ്പൊ അത് പിന്നെ ആകാതിരിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. ഈ പറയുന്നത് അത് ഈ പരിപൂർണമാണ്. പറയുന്നതിനകത്ത് 100% ഓരോന്നിലും ഓരോ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ വെക്കുന്നുണ്ട്. അതാണ് ഈ പ്രശ്നം. അത് നമുക്ക് അതിനകത്തോട്ട് പോകാനും വയ്യ. ശരി, ഈ പൂർണ്ണമാണ് എന്ന് ജമാല് പറയുന്ന ഖുറാനകത്ത് 5 നേരത്തെ ആ നിസ്കാരം എനിക്കൊന്ന് കാണിച്ചു തരാമോ ജമാലെ? അഞ്ചു നേരത്തെ നമസ്കാരം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് 5 നേരത്തെ നമസ്കാരം കാണുന്നുണ്ട്. അതിൽ പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നിങ്ങൾ മക്കയിലേക്ക് നോക്കാനാ പറയുന്നത് നമസ്കാരത്തിന്റെ കാര്യത്തില്. അവിടെ നടക്കുന്നത് എന്താണോ അതന്നെയാണ് അവിടെ അല്ല, ശരി. കിബില അതിന് കൂടുതൽ സംശയത്തിനൊന്നും അത് ആവശ്യമില്ല. കിബില മുസ്ലിങ്ങൾ പറയുന്നത്. അനുഷ്ഠിക്കുന്നുണ്ടോ? 5 നേരത്തെ നമസ്കാരം മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ? അതല്ല ചോദ്യം. മുസ്ലിങ്ങൾ അങ്ങനെ എന്ത് വൃത്തികേട് അനുഷ്ഠിച്ചാലും ഖുറാനിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയൂ ജമാലെ. എവിടെയാണ് 5 നേരത്തെ നിസ്കാരം പറഞ്ഞിരിക്കുന്നത്? കിബിലയായിട്ട് നിങ്ങൾ എവിടെ വേണേലും നോക്കിക്കോളാം. കാരണം അന്ന് വരെ യെരുശലേമായിരുന്നു കിബില. അപ്പം അൽ-അക്സ ആയിരുന്നല്ലോ അന്ന് കിബില എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥപ്രകാരം എഴുതിയേക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അവിടുന്ന് കിബില മാറ്റി മക്കയിലേക്കാക്കിയ കാര്യമല്ല. തെളിവടക്കം ഒന്ന് പറയൂ. നിങ്ങൾ ഈ പറഞ്ഞ ആ ഗ്രന്ഥത്തിൽ എവിടെയാണ് 5 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാണ് 5 നേരത്തെ നമസ്കാരം. അത് പരിശുദ്ധ ഖുറാനിലില്ലേ? ഖുർആനിലുണ്ട്, വിവിധ ഖുറാനിലില്ലേ? സ്ഥലങ്ങളിലായിട്ടുണ്ട്, പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അഞ്ച് വഖത്ത് കാണിച്ചു നമസ്കാരമുണ്ട്. തന്നോളൂ. കാണിച്ചു അതിനപ്പുറം തന്നോളൂ ഇപ്പുറമുള്ള നമസ്കാരങ്ങളുണ്ട്. സുഹൃത്തെ, 5 കാണിച്ചു തന്നോളൂ. വഖത്തൊന്നല്ല, 10-12 വഖത്തുണ്ട്. കാണിച്ചു തന്നോളൂ. അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ടല്ലേ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത്. പിന്നെ നിങ്ങൾ കാണിച്ചു തന്നോളൂ ജമാലെ. ഖുർആൻ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? താങ്കൾ ഖുർആൻ പറഞ്ഞു 100% താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞു അതോ 10 50? 12 സ്ഥലത്തുണ്ടെന്ന്. ആ 10 12 സ്ഥലത്തിന്റെ അകത്തുനിന്ന് ഒരു സ്ഥലം ഒന്ന് കാണിച്ചു. 5 നേരത്തെ നിസ്കാരം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം, ഒരു ആയത്തൊന്ന് കാണിച്ചു. ഒരായത്ത് എന്ന് പറഞ്ഞാൽ അഖിമിസ്സലാത്തി ലിദുലൂഖി ശംസി ഇലാ അസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ സൂറ മിൻ ആയത്ത്. ഫതഹജ്ജുദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖൻ വഖ്രിജ്നി മുഖറജ സിദ്ഖ. ഈ ഇതിനകത്ത് 5 എവിടെ? ഇതിനകത്ത് 5 എന്നൊരു വാക്ക് വന്ന എവിടെ? അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 5 എന്നൊരു വാക്ക് വന്നത് എവിടെ? 5 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞത് എവിടെയാണ്? 5 നേരം അല്ലാതെ നമസ്കാരം 20 23 ഒക്കെ ഉണ്ട്. റക്അത്തും പിന്നെ വഖത്തൊക്കെ ഉണ്ട്. അടിപൊളി. അപ്പൊ നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നതോ? 5 നേരം മാത്രമായിട്ട് നിസ്കാരത്തെ ചുരുക്കിയത് ആരോട് ചോദിച്ചിട്ടാ? ഞാൻ പറഞ്ഞ ആയത്തില് തന്നെ ഉണ്ട്. പിന്നെ 5 നേരം ഉണ്ട്, അതിന്റെ അപ്പുറമുള്ള നിസ്കാരം ഉണ്ട്. 5 നേരം എന്ന് അതിനകത്ത് എവിടെ പറഞ്ഞേക്കുന്നത്? ഏത് അറബി വാക്കാണ് അവിടെ 5 നേരം എന്ന് കാണിച്ചേക്കുന്നത്? അതെ, ഇദ്ദേഹം ഇത് വായിച്ചതിന്റെ അകത്ത് 5 എന്നുള്ള വേർഡ് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതെ, 5 കേൾക്കുമ്പോ നിങ്ങൾ നിസ്കരിച്ചാ മതി. അല്ല, അത് കാണിച്ചു തരുമോ? അത് ഏത് സൂറയിലെ ഏത് ആയത്താണ്? ഓക്കെ, ഒരു മിനിറ്റ് വൺ സെക്കൻഡ്. ഏത് സൂറയിലെ ഏത് ആയത്താണ് ഇപ്പം ജമാൽ ഓതിയത്? ഞങ്ങൾക്ക് പരിപൂർണമായി പരിശുദ്ധ ഏത് സൂറ, ഏത് ആയത്ത്? ആയത്തിൽ 5 വഖത്തുള്ള ആയത്ത് നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു? ഞാൻ എന്തിനാണ് കാണിച്ചു തരുന്നത്? അല്ല, ഇപ്പൊ ജമാൽ ഇവിടെ ഓതി ആയത്ത് എനിക്ക് ഖുറാനിൽ നിന്ന് കാണിച്ചു തന്നേ ജമാലെ. ഞാനിപ്പോ ഓതിയില്ല, ആയത്ത് ഓതിയില്ലേ? അതൊന്ന് ഖുറാനിൽ നിന്ന് കാണിച്ചു തന്നെ. അതെനിക്ക് ഖുറാനിൽ നിന്ന് കാണിച്ചു തരും സുഹൃത്തെ. ഞാൻ ഓതിയല്ലോ ഇവിടെ, ഞാൻ ഖുറാനിലാണ്. അത് ഏത് സൂറയാണ്? അത് ഏത് സൂറ, ഏതായത്ത്? അതായത് ഒരു വിഷയത്തെ കുറിച്ച് മാത്രം അത് അങ്ങനെ ഒരു ആയത്ത് എനിക്ക് ഖുറാനിൽ നിന്ന് കാണിച്ചു താ ജമാലെ. കാണിച്ചു തരുന്ന പറഞ്ഞാൽ നിങ്ങളുടെ എന്റെ മുന്നിൽ വന്നിരുന്ന് നിങ്ങൾ എന്നോട് എന്റെ മുന്നിൽ വന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. നേരിട്ട് വന്നിട്ട് ഞാൻ അഡ്രസ് തരാം, വന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ പറഞ്ഞ ആയത്ത് ഖുറാനിൽ നിന്ന് കാണിച്ചു തരൂ ജമാലെ. ഇന്ന സൂറ ഇന്ന ആയത്തിൽ കിടപ്പുണ്ടെന്ന് പറയാൻ എന്തേ ഇത്ര മടി?
എന്തിന് നിങ്ങൾക്ക് അത് എന്തേ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാണിക്കൂ നിങ്ങൾ കാണിക്കൂ. കാലഹരണപ്പെട്ടു പിന്നെ പോയ സംഭവമായിട്ട് നിങ്ങള് നടന്നു. പിന്നെ അതാണ് എന്തിനാണ് നല്ലത്. ഇങ്ങനെ കിടന്ന് മെഴുകുന്നേ? നിങ്ങൾ ഇത്രയോ വലിയ നിങ്ങൾ ഈ ആയത്തൊക്കെ ഓതിയതല്ലേ? കാലഹരണപ്പെട്ട സംഭവമായിട്ട് ഈ നടന്നോളൂ. ആയത്തൊക്കെ എന്നാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ അത് സ്വയം കിട്ടും. എഴുതി? അല്ല, എന്നാണ് ഈ നിങ്ങളെ മുസ്ലിങ്ങൾ സ്വയം നിങ്ങളെ ഈ ആയത്ത് എഴുതാൻ തുടങ്ങിയത്? ക്രിസ്ത്യാനികളാണ് യഹൂദരാണെന്നൊക്കെ അല്ലല്ല, പറയുന്ന ആ നിങ്ങൾ സംഭവം എന്നാണ് ഈ നിങ്ങൾ എന്നാ അല്ലാത്ത നിങ്ങൾ അതിന് മുസ്ലിങ്ങളാണെന്ന് ആരാ പറഞ്ഞേ? ജമാലിനെയൊക്കെ മുസ്ലിങ്ങളുടെ ഗണത്തിൽ ആരാ പെടുത്തിയേക്കുന്നേ? അതൊക്കെ അതൊക്കെ അതെനിക്ക് ആ, ഇഷ്ടായി. അതിഷ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് മുനാഫിക്ക് എനിക്ക് ഗണങ്ങൾ ഞങ്ങള് നിങ്ങളെ മുനാഫിക്ക് പരിഗണിക്കുന്നത് ഗണങ്ങൾ മുസ്ലിം വന്നിട്ട് ആവാൻ മുസ്ലിങ്ങളാണെന്ന് പറയല്ലേ ദയവായിട്ട്. ഓക്കെ. അത് കളിക്കും. അപ്പം അതെനിക്ക് ഇഷ്ടമായി. ജമാലെ ജമാലെ ജമാൽ ഇപ്പൊ ഓതിയ ആയത്ത് ഖുറാനിൽ നിന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നെ. ഇല്ലല്ല, ഖുർആനൊക്കെ എനിക്ക് ഇറങ്ങിയ പോലെ തന്നെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ജമാലിന് ഇറങ്ങിയോ? ഇപ്പൊ നിങ്ങളും പറയണം എന്ത്, നിങ്ങളും പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങിയ ജമാലിന് ഖുറാൻ ഖുർആൻ ഇറങ്ങിയോ? ഞാനും പഠിക്കുന്നുണ്ട്. പിന്നല്ലാതെ എന്നോട് ദൈവം പറയുന്നതല്ല, എന്റെ അള്ളാഹു എന്നോട് പറയുന്നതല്ല ഖുർആൻ. ആഹാ, അള്ളാഹു ജമാലിനോട് നേരിട്ട് പറയാറുണ്ടോ? പിന്നല്ലാതെ വേറെ പക്ഷെ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ടൊരു കാര്യം പറയാറില്ലായിരുന്നല്ലോ. ഒരു അതാണ് ഒരു നിങ്ങൾക്ക് സംശയം. പറ്റിയത്. നിങ്ങൾ ജോസഫും മറ്റേ എന്താണ് മത്തായി ഒക്കെ പറയുന്നത് കേട്ടിട്ട് നടന്നോളി. അതല്ല, അതൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. അതൊക്കെ വെറുതെ ഓരോരുത്തർ ഓരോ മുക്കിലിരുന്ന് എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങള്. നിങ്ങൾ വെറുതെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കും അതിനെ അദ്ദേഹത്തിന്. പറ്റിയിട്ടൊക്കെ വിശദീകരിച്ച് എന്തിനാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. എടുത്ത് നേരെ വായിച്ചു നോക്ക്, നമുക്ക് വഴി തെളിഞ്ഞു വരും. ഓക്കെ, വേറെല്ലാം ഒഴിവാക്ക്, കാലഹരണപ്പെട്ടതൊക്കെ ഒഴിവാക്ക്, ഖുർആൻ എടുത്ത് ഈ വായിക്ക്, പഠിക്ക്. കാലഹരണപ്പെട്ടതെന്ന് എന്നിട്ട് ജമാല് അതിന്റെ പറഞ്ഞത് സത്യം കണ്ടെത്തും. കുറെ എന്തിനാണ്? മുസ്ലിങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജമാലെ അതിനെ അംഗീകരിക്കാതിരിക്കണ്ട. കാലഹരണപ്പെട്ടതെന്ന് മുസ്ലിങ്ങൾ ഈ പറഞ്ഞ ജമാൽ പോലെ പല ഉദ്ദേശിച്ചത് എന്തിനാണ്? വകുപ്പുണ്ട്. ജമാലെ ആരെയും സംസാരിക്കണ്ട, ഇടയ്ക്ക് ഞാൻ കേൾക്കുന്നില്ല. ആരാണ്? എന്റെ ഒരു അജീഷ്. ഞാൻ മ്യൂട്ട് ചെയ്ത രിജേഷേ, പറഞ്ഞോ. ഈ കാലഹരണപ്പെട്ടതെന്ന് ജമാൽ ഇപ്പൊ പറഞ്ഞ അതാ പരിശുദ്ധ ഖുർആൻ അല്ലാത്ത എല്ലാം ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ എല്ലാം ഒഴിവാക്കേണ്ടതല്ലേ? ഖുറാന്റെ അകത്ത് അങ്ങനെ പറയുന്നുണ്ടോ? നേരിട്ട് അള്ളാഹുവിൽ നിന്ന് നമ്മളോട് നേരിട്ട് സംവദിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോ പിന്നെ മത്തായി മാർക്കോസ് അതുപോലെ കുറെ ആളുകള്, അഡ്രസ് ഇല്ലാത്ത കുറെ ആളുകൾ പറഞ്ഞ സാധനം നമുക്ക് എന്തിനാണ്? പക്ഷേ ഓക്കെ. നമുക്ക് അപ്പൊ നേരിട്ട് ഈ അള്ളാഹു നമ്മോട് പറയുന്നത് മത്തായി ഗ്രന്ഥം നമ്മുടെ മാർക്കോസ് കയ്യിലുണ്ടല്ലോ. എന്ന് പറയുന്ന ഒരു അഡ്രസ് ഇല്ലാത്തതാണെന്ന് ജമാലിന് ഉറപ്പായി, ശരിയല്ലേ? അല്ല, അവരും ഈസാ നബിയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, പിന്നെ എങ്ങനെ? ശരി. ഈസാ നബി എന്ന് പറഞ്ഞ കള്ളനുമായിട്ട് ഒരുത്തനും ഒരു ബന്ധമില്ല, അതവിടെ നിക്കട്ടെ. ഞാൻ ചോദിച്ച മത്തായി മർക്കോസ് അല്ല നിക്ക്. ബൈബിളിനെ താങ്കൾ പറഞ്ഞ് സംശയിപ്പിക്കാൻ ഞാൻ വന്നിട്ടില്ല. കേട്ടോണ്ടിരിക്കല്ലായിരുന്നു. എന്റെ ചോദ്യത്തിന് പറഞ്ഞു മത്തായി മർക്കോസ് എന്ന് പറയുന്നത് എന്തുവാ, അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല, അവരെഴുതിയത് വിശ്വസിക്കേണ്ട എന്നുള്ള കാര്യമല്ല ജമാൽ പറഞ്ഞത്, ശരിയല്ലേ? അഡ്രസ് ഇല്ലാത്തവര്. അഡ്രസ് അങ്ങനെയാണ് ഞാൻ ശരിയല്ലേ? മനസ്സിലാക്കിയത്. അത് നിങ്ങൾ പറയുന്നത് തന്നെ ഓക്കെ. കേട്ടാ. അതിപ്പോ ഈ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാ. രണ്ടാം അധ്യായം അല്ല ഈ ഖുറാൻ 2-ാം അധ്യായം പശു എഴുതിയതാരാ? പശു എഴുതിയതാ? അത് ആ 2-ാം അധ്യായം പശു എഴുതിയതാരാ? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. എഴുതിയത് ഞാൻ ചോദിച്ചാൽ 2-ാം അധ്യായം പശു എഴുതിയത് ആരാന്നാണ് തന്നെ. താങ്കൾ പറഞ്ഞില്ല മത്തായി മർക്കോസ് ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ഇല്ലാതെ. ഈ 2-ാം അധ്യായം പശു എഴുതിയത് ആരാ? അള്ളാഹു. അതിന്റെ തെളിവ് എന്താ? അള്ളാഹു എഴുതിയതാ പശു എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെയാണ് തെളിവ്, മുഹമ്മദ് നബിയാണ് തെളിവ്, ഞാനാണ്. അതെങ്ങനെ ശരിയാന്ന്? പശു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ പശു എന്ന് പറയുന്ന അധ്യായം എഴുതിയത് ആരാ? ഫസ്റ്റ് അധ്യായം ഇറക്കിയത് അള്ളാഹു. ഇറക്കിയതല്ല, എഴുതിയത് ആരാന്നാ ഞാൻ ചോദിച്ചത്. എഴുതിയത് നിങ്ങളുടെ ഇരിക്കുന്ന ഖുറാന്റെ അകത്തേക്ക് പുസ്തകത്തിലേക്ക് പുസ്തക രൂപമാക്കിയില്ല, അന്നേരം എഴുതിയതാരാ? പശുവിനെ എഴുതിയതാരാ? എഴുതിയ ആൾക്ക് ഒരു പ്രാധാന്യമേ ഇവിടെ ഇല്ല. പോരെ, ഞാനും എഴുതും, എനിക്ക് എഴുതാം, നിങ്ങൾക്ക് എഴുതാം. എഴുതിക്കോന്ന് എന്റെ ചോദ്യം ജമാലതല്ലേ. പശു എഴുതിയതിന് പശു എന്ന് പറയുന്ന അധ്യായം എഴുതിയത് ആരാന്ന് എന്റെ ചോദ്യം. എഴുതിയ ആളിന് പ്രാധാന്യം വേണ്ടാന്നേ, വിട്ടേര്. അത് എഴുതിയതിപ്പോ ഈജിപ്തിലുള്ള ഒരു സൗദിയില് താമസിക്കുന്ന മക്കയില് പിന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതായിരുന്നു പരിശുദ്ധ. ഇപ്പൊ നമ്മുടെ കൈയെഴുത്ത് പ്രതിയായിട്ട് ഇവിടെ എന്റെ കയ്യിലൊക്കെ ഉള്ളത് അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം മരണപ്പെട്ടു. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹം എഴുതിയതായിരുന്നു ഇപ്പൊ എന്റെ കയ്യിലൊക്കെ ഇരിക്കണ പൊതുവെയുള്ള എല്ലാ പരിശുദ്ധ ഖുർആനും ഉള്ള കൈയെഴുത്ത് പ്രതി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ നെറ്റിൽ നോക്കിയാൽ കിട്ടും നമുക്ക്. ഞാൻ നെറ്റിൽ നോക്കാം, താങ്കൾ തന്നെ നെറ്റിൽ നോക്കിട്ടെന്ന് പറഞ്ഞു. എനിക്കിപ്പോ നിങ്ങൾ നോക്കി വേണമെങ്കിൽ അതിലടിച്ചാൽ കിട്ടും. എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. താങ്കളല്ല ഇസ്ലാമിന്റെ ആള്, താങ്കളല്ല കാലഹരണപ്പെടാത്ത പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആള്. താങ്കൾ എന്നപ്പോഴത്തേന് ആ കാലഹരണപ്പെടാത്ത പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആള് ഞങ്ങളെ ഒന്ന് വിശ്വസിപ്പിക്കുക. 2-ാം അധ്യായം പശു എഴുതിയത് ആരാന്നുള്ള ഒന്ന് വിശ്വസിക്കും. 2-ാം അധ്യായമല്ല, പിന്നെ ഫാത്തിഹ മുതല് പിന്നെ നാസ് വരെയുള്ള എല്ലാ വാക്കുകളും അദ്ദേഹം തന്നെയാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ മക്കത്തിരുന്ന് എഴുതിയതാണ്. ഞാൻ ഇപ്പൊ എഴുതിയ കാര്യമല്ല ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചത് ഈ 2-ാം അധ്യായം
കഴിഞ്ഞ വർഷം എഴുതിയതാണോ? അതിന്റെ മുമ്പ് ഒരു കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം തന്നെ എഴുതി. ഒരു 10-30 വർഷമായിട്ട് അദ്ദേഹമാണ് ഇപ്പൊ എഴുതിക്കൊണ്ട് ആ കയ്യെഴുത്ത് പ്രതിയാണ് ലോകത്ത് മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് എഴുതിയ ആള് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ പ്രാബല്യത്തില് ഇല്ല എഴുതിയത്. ഞാൻ പിന്നെ ജമാൽ ഇതൊന്നും അല്ല ഞാൻ ജമാലെ ഈ 2-ാം അധ്യായം പശു മുഹമ്മദ് എഴുതിയതാണോ നിങ്ങൾക്ക്? ഖുർആൻ ഫുള്ള് അത് ശരി, എന്നാ പാത്തിക മുതൽ അങ്ങനെ ആസ് വരെ 1 മുതൽ 114 അധ്യായമുള്ള 6666 എത്ര ആയത്തായിക്കോട്ടെ, ഈ 1 മുതൽ 114 അധ്യായം എഴുതിയതിന്റെ അകത്ത് അധ്യായമുള്ള ഖുറാന്റെ അകത്ത് പശു എന്ന് പറയുന്ന അധ്യായം എഴുതിയത് ആരാന്ന് പറ. അതിന്റെ ആളാരാണ്? ഓതർ ആരാ? പശു മാത്രമല്ല, അപ്പൊ അത് മുതല് പിന്നെ ഫാത്തിഹ മുതലെല്ലാം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അത് ഒരു 30 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പ്രതിയാണ് നമുക്ക് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കയ്യെഴുത്ത് പ്രതിയല്ല ഞാൻ ചോദിച്ചത്, ഈ ഇതല്ല പരിഭാഷയല്ല ചോദിച്ചത്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ ഈ മർക്കോസും ഒക്കെ അഡ്രസ് ഇല്ലാത്തവരാ. അപ്പൊ ഈ അഡ്രസ് ഉള്ള ആരാണ് ഈ പശുവിനെ എഴുതിയതെന്ന് പറഞ്ഞേ. പശു അല്ലാന്ന് ഫുള്ള് ഖുർആൻ എഴുതിയത് ഇദ്ദേഹം തന്നെയാണ്. ഇപ്പൊ 10-30 ഫുള്ള് ഖുറാൻ വർഷമായിട്ട് ഫുള്ള് അതിന്റെ ഖുറാൻ മുമ്പുള്ളത് എഴുതി ഓരോരുത്തർ നിങ്ങളുടെ കയ്യിലേക്ക് എഴുതിയിട്ടുണ്ട്. തന്നെ ആരാണ് ഒന്ന് പറഞ്ഞേ. ഫുള്ള് ഖുറാൻ എഴുതിയത് ആരാന്നെന്ന് പറഞ്ഞു. ഫുള്ള് ഖുർആൻ അദ്ദേഹം തന്നെയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് എഴുതിയത് എന്റെ കയ്യിലുള്ളത് അദ്ദേഹം എഴുതിയതാണ്. നിങ്ങളുടെ കയ്യിലോ? ഞാൻ ചോദിച്ച അദ്ദേഹത്തിന് ഒരു എന്തോ ഒറിജിനൽ സാധനം കിട്ടിയല്ലോ ഖുറേഷികളിൽ നിന്ന്, അത് ആരാണ് എഴുതിയതെന്ന് പറഞ്ഞു. അതിന്റെ അത് ഈ 2-ാം അധ്യായം എഴുതിയത് ആരാ? അള്ളാഹു ഇറക്കിയതാണ്. അള്ളാഹു പ്രവാചകനിലൂടെ ഇറക്കി. അത് പിന്നെ ഇറക്കി. പിന്നെ ആദ്യമൊക്കെ ശരി. എഴുതാൻ പറ്റുന്ന ഏടുകളിൽ മാത്രമല്ല, പല പിന്നെ മുസാഫായിട്ട് വരുന്നത് പിന്നീടാണ്. പക്ഷെ അത് ഇറങ്ങിയ അത് പിന്നെ എന്താണ് പിന്നെ വചനങ്ങളായിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ നമുക്കൊക്കെ അറിയണതല്ലേ. നിങ്ങൾ അത് ഇറങ്ങി എന്നുള്ള ശരി. അത് ഇറങ്ങിയപ്പോഴത്തേന് ഇത് ആരാണ് അടിസ്ഥാനമായിട്ട് എഴുതി വെച്ച? ഈ പശുവിനെ എഴുതി വെച്ചത് ആരാ? പശു എഴുതിയ ആളുടെ പേരെന്തുവാ? പശു മാത്രമായിട്ട് ആരും എഴുതിയിട്ടൊന്നുമില്ല. പശു മാത്രമായിട്ടില്ല. അന്ന് മൊത്തം എഴുതിയത് ആരായിരുന്നു? അന്ന് എഴുതിയതോ? അന്ന് എഴുതിയത് അന്ന് കുറെ ആളുകൾ അത് ബൈഹാർട്ടായിട്ട് അറിയാമായിരുന്നു. അപ്പൊ അവർക്ക് അഡ്രസ്സും ഒന്നും ഇല്ലല്ലേ? അവർക്ക് അഡ്രസ്സും ഒന്നും ഇല്ലല്ലേ? അവരുടെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ലാസ്റ്റ് എഴുതിയ ആളുടെ അഡ്രസ് വേണമെങ്കിൽ ഞാൻ നെറ്റിൽ നിന്ന് തപ്പിത്തരാം, കുഴപ്പമില്ല. അല്ല, ലാസ്റ്റ് എഴുതിയതല്ല ഞാൻ ചോദിച്ചു. മുഹമ്മദ് ഉണ്ടായിരുന്ന സമയത്ത് ആണല്ലോ, ഈ മുഹമ്മദ് ഉള്ളപ്പോഴാണല്ലോ അള്ളാഹു ഇറക്കി കൊടുത്തത് താങ്കൾ വിശ്വസിക്കുന്നത്. അന്നേരം ഇപ്പൊ ആ മുഹമ്മദിൽ നിന്ന് കേട്ടെഴുതിയവർക്ക് അഡ്രസ്സും കൊലവും ചരിത്രവും ഒന്നും ഇല്ലായിരുന്നു. ശരിയാണോ? അതാണ് ജമാൽ പറയുന്നത്. അവരുടെ അഡ്രസ് നിങ്ങൾക്ക് വേണോ? വല്ല ഉണ്ടെങ്കിൽ പറയൂ. അഡ്രസ് ഉള്ളവനാണോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഒന്ന് പറഞ്ഞു, ആരായിരുന്നു ഈ പശു എഴുതിയതാരാ? ചെലന്തി എഴുതിയതാരാ? പുക എഴുതിയതാരാ? ഖുർആൻ മുഴുവൻ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മളുടെ കയ്യിൽ ഈ നിങ്ങളുടെ ഈ ഖുറാൻ എന്ന് പറയുന്ന സാധനത്തെ ഈ പൊഹ, ഗുഹ, ചിലന്തി, ഇരുമ്പ്, ആന ഇതൊക്കെ എഴുതിയത് ആരാന്നാ ഞാൻ ചോദിക്കുന്നത്. അഡ്രസ് ഉള്ളവനാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞ ആരാ അഡ്രസ് ഉള്ളവൻ? അഡ്രസ്സിന് യാതൊരു പ്രാബല്യം ഇല്ലല്ലോ. ഞങ്ങൾ അങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞത്. മത്തായി മാർക്കോസൊക്കെ അതേപോലെ തന്നെയാണ്. അവർക്ക് യാതൊരു പ്രാബല്യം ഇല്ല. ഒന്നുമില്ല. അല്ല, ഇപ്പൊ ജമാലിന് മനസ്സിലായില്ല. മത്തായി എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ്. പ്രാധാന്യം ഉണ്ടല്ലോ, ഒരാളുടെ പേരേലും ഉണ്ടല്ലോ. മത്തായി എഴുതിയതുകൊണ്ടാണല്ലോ മത്തായുടെ സുവിശേഷം. മർക്കോസ് എഴുതിയിട്ടുണ്ടോ മർക്കോസിന്റെ സുവിശേഷം. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, പുകയും ഇരുമ്പും ആനയൊക്കെ എഴുതിയത്, ഈ കാലികള്, ഈ പശു, ഇതൊക്കെ എഴുതിയ ആരാ? അഡ്രസ് ഉള്ള ഏതവനാ എഴുതിയ? ഏതാളാണ് ഈ അഡ്രസ് ഉള്ള ഏതവനാ എഴുതിയത്? ഒന്ന് പറഞ്ഞേ. ആരാണ് അഡ്രസ് ഉള്ള ആരിലും ആയിരുന്നോ എഴുതിയത്? പുള്ളി ഒന്ന് പറയട്ടെ. വിഡിത്തം ചോദിച്ചോണ്ടേ ഇരുത്തിട്ട് എന്താ കാര്യം? വിഡിത്തം അഡ്രസ് ഉള്ള ആളാണോ ഇല്ലയോ എന്നൊന്നും അറിയണ്ടേ? ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ ബൈബിളിന്റെ അകത്തുള്ളവർക്ക് അഡ്രസ് ഇല്ലാതെ. ഇപ്പൊ അഡ്രസ് ഉള്ള ഒരാളുടെ പുസ്തകമാണല്ലോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. അഡ്രസ് ഉള്ളവരായിരിക്കുമല്ലോ എഴുതിയിരിക്കുന്നത്. 1-2 പേരെ. ഈ പശു ആരാ എഴുതിയത്? പശു, അത് ആന, നിങ്ങളുടെ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. നിങ്ങൾക്കത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ, സാരില്ല. പക്ഷെ അയ്യോ അല്ലല്ല, വേറെ കാര്യം. ഞങ്ങളുടെ വേദന എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മാറ്റിക്കളാം. 1400 വർഷമായിട്ട് ഇപ്പൊ മുൻകീറും നക്കീറും ഇട്ടുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന വേദനയല്ലോ ഉണ്ടല്ലോ, അതവിടെ കിടക്കട്ടെ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇത് ആരാണ് ഈ പശു, പുക ഇതൊക്കെ എഴുതിയ ആ അഡ്രസ് ഉള്ള ആളിനെ ഒന്ന് പറഞ്ഞേ. ആരാണ് എഴുതിയത്? യാതൊരു പ്രാധാന്യം ഇല്ല. മാർക്കോസും മത്തായും പോലെ തന്നെ നമുക്ക് യാതൊരു പ്രാധാന്യം ഇല്ല. അവര് എഴുതിയിട്ടുണ്ടെങ്കിൽ, അവര് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടി. മത്തായും മർക്കോസും ഒക്കെ ജമാലിന് പ്രാധാന്യം ഇല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. അപ്പൊ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണല്ലോ ജമാലിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ ആ വ്യക്തമായിട്ട് അയാളുടെ അഡ്രസ് വേണമെങ്കിൽ ജമാല് പറയുന്നത് ഇപ്പൊ മത്തായി മർക്കോസിന് ഒന്നും പ്രാധാന്യമില്ല. അപ്പൊ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണല്ലോ ജമാലിന്റെ ഇരിക്കുക. അപ്പൊ ജമാൽ ഒന്ന് പറഞ്ഞേ. ജമാലെ, ഈ പശുവും പുകയൊക്കെ എഴുതിയത് ആരാന്നൊന്ന് പറഞ്ഞേ. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യരാശിക്ക് ഇറക്കി തന്ന മാർഗദർശനമായ ഖുർആനാണ് എന്റെ കയ്യിലുള്ളത്. ഇറക്കിയതിന്റെ അകത്ത് ആദ്യ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരാണ് ഈ പശുവിനെയും പുകയും ഇരുമ്പും ആനയും കാലികളും ഗുഹയൊക്കെ എഴുതിയത് ആരാണെന്നൊന്ന് പറഞ്ഞു തന്നെ. ഓരോ അധ്യായമായിട്ടൊന്ന് പറഞ്ഞു തന്നെ. 2-ാം അധ്യായം പശു എഴുതിയത് ഇന്ന അഡ്രസ് ഉള്ള
ഇന്ന അഡ്രസ് ഉള്ള ഇന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. കാലികൾ എന്ന് പറയുന്ന അധ്യായം എഴുതിയിരിക്കുന്ന ഇന്ന അഡ്രസ് ഉള്ള ഇന്ന ആരാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു എന്നോട് സംസാരിക്കുന്ന അച്ചോച്ച കലാമാണ്. ഇടപെടല്ലേ. അച്ചകുഞ്ഞ ഇടപെടല്ലേ? പരിശുദ്ധ ഖുർആന് മനുഷ്യർക്ക് ഇറക്കിയ അള്ളാഹുവിന്റെ കലാമാണ്. അത് എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ പ്രാധാന്യം. അതിന്റെ ഇടയിലുള്ള ആളുകൾക്കൊക്കെ അത് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യം, അങ്ങനെ പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കണം. ആ പ്രതിഫലം എഴുതിയ ആൾക്കാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് ആരാണെന്ന് അറിയണ്ടേ? ഇത് ആരാണെന്നൊന്ന് പറയൂ. എത്ര പരമ്പര അത് നിങ്ങളുടെ ദൈവമായ അള്ളാഹു കൊടുത്തോട്ടെ. എന്റെ ചോദ്യത്തിലുള്ള അത് എഴുതിയത് ആരാന്ന് പറയും. പശു, ഗുഹ, പുക, ഇരുമ്പ്, ഇതൊക്കെ എഴുതിയത് ആരാണെന്ന് പറഞ്ഞു. അവരുടെ അഡ്രസ് ഒന്ന് പറഞ്ഞു. ഞാൻ നെറ്റിൽ പോയിട്ട് പറഞ്ഞു തരട്ടെ, അയാളുടെ പേര് പറഞ്ഞു തരാന്ന്. ഞാൻ ആ അഡ്രസ് എഴുതി, ആ അഡ്രസ് ഒന്ന് പറഞ്ഞു തരണേ. ഈ പുകയൊക്കെ എഴുതിയ ആളുണ്ട്. നെറ്റിൽ നോക്കിയാൽ മതി. ലാസ്റ്റ് മക്കത്തുണ്ടായിരുന്ന ആളാണ് കഴിഞ്ഞ 2 വർഷം. എനിക്ക് നെറ്റിലൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നെറ്റൊക്കെ ഈ അടുത്തിടയ്ക്കല്ല വന്ന് 1400 വർഷത്തിന് മുമ്പേ, അല്ലല്ല 1400 ജമാല പറയുന്നത് 1400 വർഷത്തിന് മുമ്പേ ഉള്ള ഒരു സംഭവമാണല്ലോ. എന്ത് വെച്ച് കഴിഞ്ഞാൽ സകലതും ബാക്കിയുള്ളതും മൊത്തം മാറ്റിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന പുസ്തകമാണല്ലോ. കാരണം സകലതും പൂർണ്ണമായ പുസ്തകമാണല്ലോ ജമാന്റെ ഇരിക്കുന്നത്. ആ ജമാന്റെ ഇരിക്കുന്ന പുസ്തകം 2-ാം അധ്യായം പശു, പുക, കാലികൾ, ഇരുമ്പ്, ഗുഹ, ഇതൊക്കെ എഴുതിയത് ആരാന്നൊന്ന് പറഞ്ഞാൽ മതി. 114 അധ്യായം ഉണ്ട്. ഞാൻ 114 അധ്യായം ചോദിക്കുന്നില്ല. എനിക്കൊരു 2-3 അധ്യായം കിട്ടിയാൽ മതി. ആ 2 അധ്യായമോ 3 അധ്യായത്തിന്റെ എവിടെയാണ് ഈ പശു എഴുതിയതിരിക്കുന്ന ആരാണെന്നൊന്ന് പറഞ്ഞാൽ, ഏത് അഡ്രസ് ഉള്ള ആളാണെന്നൊന്ന് അറിയാൻ എന്ന് പറഞ്ഞു. അതറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അള്ളാഹു എന്താണെന്ന് പറഞ്ഞത് അല്ല, എനിക്കുണ്ടെന്നേ, എനിക്കുണ്ട്. കാരണം അങ്ങനെ ഒരു അഡ്രസ് അങ്ങനല്ല ജമാല് പറഞ്ഞു തരണം. കാരണം ജമാല് പറഞ്ഞു എന്റെ ഇരിക്കുന്ന പുസ്തകത്തിന് അഡ്രസ് ഇല്ലാത്ത ആളാണ്. അപ്പൊ അഡ്രസ് ഇല്ലാത്ത ആൾക്കാർ എഴുതിയ പുസ്തകമാണ്. ഞാൻ തള്ളിയേക്കാം. ആ അഡ്രസ് ഉള്ള ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞു തന്നെ. 2-ാം അധ്യായം പശു എഴുതിയത് ഏത് അഡ്രസ് ഉള്ള ആളാണ്? കാരണം എന്റെ അഡ്രസ് ഇല്ലാത്ത ആളാണെന്നല്ലേ പറഞ്ഞത്. എന്റെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാശിക്ക് ആഗമനം അള്ളാഹു അറിയിച്ചു കൊടുത്ത പരിശുദ്ധ ഗ്രന്ഥമാണ്, ഇറക്കി കൊടുത്ത മാർഗദർശനമായ പരിശുദ്ധ ഖുർആനാണ് എന്റെ കയ്യിലുള്ളത്. അത് ആരിലൂടെയൊക്കെ വന്നു എന്നുള്ളത്, ആരൊക്കെ എഴുതി എന്നുള്ളതും, എത്ര ആളുകൾ അതൊക്കെ എഴുതി വെച്ച് ഈ ലോകത്ത് എത്ര ഖുർആന്റെ പതിപ്പുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കണം നിങ്ങളുടെ ബാധ്യതയെങ്കിൽ എന്റെ ബാധ്യത അതല്ലെന്നേ. ഞാൻ അതല്ലല്ലോ, ഞാൻ ഇവിടെ ബാധ്യത അന്വേഷിച്ച് വന്നതല്ല. ജമാല് തന്നെയാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത്. എന്ത് ഞങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് അഡ്രസ് ഇല്ലാത്ത കുറെ ആൾക്കാരെ എഴുതിയെന്ന് ജമാല് തന്നെ പറഞ്ഞു. 3 ദിവസം അപ്പോൾ അഡ്രസ് ഉള്ള ആൾക്കാരുടെ പേരെന്ന് പറയാം. 2-ാം അധ്യായം പശു എഴുതിയ അഡ്രസ് ഉള്ള ആളാരാണ് ഒന്ന് പറയൂ. ജമാലെ പോകല്ലേ, പറയൂ ജമാലെ. ആ പശു എഴുതിയത് ആരാണ്? അറിയോ? നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നിങ്ങൾ എഴുതിയ ആളുകള്, അത് കൊണ്ടുനടന്ന ആളുകള്, ചുമന്ന ആളുകള്, ഇറക്കി വെച്ച ആളുകള്, ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. ഞങ്ങൾക്ക് ഒട്ടും പ്രാധാന്യമില്ല. ഞങ്ങളിത് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പുസ്തകത്തിന്റെ അകത്തുള്ളതിന്, ഞങ്ങളുടെ പുസ്തകത്തിന്റെ അകത്തുള്ളവർക്ക് പ്രാധാന്യമില്ല എന്നല്ല ജമാലെ. ആ പശു എഴുതിയത് ആരാണ്? ജമാലെ പുക, ഇരുമ്പ്, ഗുഹ, ചിലന്തി, കാലികൾ, ഇമ്രാൻ കുടുംബം, അങ്ങനെ കുറെ ഉണ്ടല്ലോ. എനിക്ക് അത്ര ഉണ്ടാ. ആന, ഇതെല്ലാം ഉണ്ടല്ലോ. നമുക്ക് അതെല്ലാം വിട്ടേക്കാം. ആ പശു എഴുതിയത് ആരാന്നൊന്ന് പറഞ്ഞ, ഏത് അഡ്രസ് ഉള്ളവനെ ഒന്ന് പറഞ്ഞേ. എന്റെ പൊന്നു മാഷ്, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞില്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? നിങ്ങൾക്ക് അതിന്റെ ആളിന്റെ അഡ്രസ് വേണമെങ്കിൽ പോയി എടുത്തോ. ഞങ്ങളുടെ അകത്ത് ഉള്ള ഇപ്പൊ മത്തായി എന്ന് പറഞ്ഞ ആള്, മർക്കോസ്, ലൂക്കോസ്, യോഹനാൻ, ഇവരൊക്കെ അഡ്രസ് ഇല്ലാത്തവരാണെന്ന് ജമാല് പറയും. അപ്പൊ അഡ്രസ് ഉള്ള പുസ്തകത്തിന്റെ ഉടമയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ അടിമയായ ജമാല് പറയും പശു എഴുതിയത് ആരാണ്, ഏത് അഡ്രസ് ഉള്ളവനാണ്? കേൾക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഇത്ര ആൾക്കാര് 110 പേര് ആ അഡ്രസ് ഉള്ള ആളിനെ അന്വേഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ അഡ്രസ് ഇല്ലാത്ത ആളുടെ ആണെങ്കിൽ നമുക്ക് അതങ്ങ് മാറ്റി വെച്ചേക്കാം. അഡ്രസ് ഉള്ള ആളുടെ ആണോ കുഴപ്പമില്ല. പശു എഴുതിയ പുസ്തകം, ആ പശു എഴുതിയത് ആരാണ്? അഡ്രസ് ഉള്ള ആളുടെ പേര് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാലഹരണപ്പെട്ടതൊക്കെ മാറ്റി. ദേഷ്യമൊന്നും അല്ല എന്റെ ജമാൽ. എന്നാ ഇനി പശുവിന്റെ കാര്യം വിട്ടുതരാം. അപ്പൊ നിങ്ങൾ പറയുന്നത് കാലഹരണപ്പെട്ട പുസ്തകമാണെന്ന് പറയാം. ഇപ്പൊ ഖുറാന് മുമ്പുള്ളതും മുഴുവനും കാലഹരണപ്പെട്ടതാണെന്നാണോ ജമാൽ പറയുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ലത്തെ ബുക്ക് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ. അല്ലാതെ 5ാം ക്ലാസ്സിലത്തെയും 2ാം ക്ലാസ്സിലത്തെ എടുത്തിട്ട് വന്നിട്ട് ആവശ്യമില്ലല്ലോ. അപ്പൊ അള്ളാഹുൽ ജമാൽ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ടോ ജമാല്? ഉണ്ടോ? ശരി ബ്രദറെ, ഞാൻ പോട്ടെ, സമയമായി. ഇവിടെ അയ്യോ പോകല്ലേ, ഇതെന്താണ് ഇത്? നമ്മള് കാര്യത്തിലേക്ക് അടുത്ത് വന്നപ്പോ ജമാൽ ഓടുവാണ്. ജമാലെ നിക്ക്, പോകല്ലേ ജമാലെ, പോകല്ലേ ജമാലെ, പോകല്ലേ. ജമാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ ജമാലെ? ജമാലെ സംശയമായോ? ജമാലെ പോകല്ലേ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോന്നാണ് എന്റെ ചോദ്യം. താങ്കൾ പറഞ്ഞു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനും ബാക്കിയുള്ളതൊന്നും വേണ്ട, വിട്ടേര്. ജമാൽ അള്ളാഹു എന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ആള് പോയോ?
ഈശോടാ. ഇതുവരെ പോയിട്ടില്ല. ഞാൻ കണ്ടെത്തിയ ദൈവം അള്ളാഹുവാണ്. അള്ളാഹുവിന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു ഇറക്കിയ അള്ളാഹുവിന്റെ കലാമിലൂടെ വന്ന ഖുറാനിൽ വിശ്വസിക്കുന്നുണ്ടോ ജമാലെ? ആദ്യം മുതൽ വീണ്ടും ചോദിക്കണം. 100% ഞാൻ പറഞ്ഞില്ലേ, 100% വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഖുറാന്റെ അകത്ത് എവിടെയാണ് തൗറാത്ത്, തോറ, സബൂർ, ഇഞ്ചിയിൽ കാലഹരണപ്പെട്ടു പോയെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഒരു ആയത്ത് കാണിച്ചു തരാമോ? 1 മുതൽ 114 അധ്യായങ്ങൾ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ അത് ഇവിടെ വായിച്ചോളാം. എത്രാം അധ്യായം? ഖുറാൻ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല, ഖുറാൻ അംഗീകരിക്കാനുള്ള പാതയിലേക്കാണല്ലോ എന്നൊക്കെ പറയുന്നത്. ജമാലെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ 9ാം ക്ലാസ്സില് നമ്മൾ പഠിച്ചു. 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴത്തേനും ആ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പുതിയ അറിവുകൾ കിട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ അറിവുകൾ കിട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും? നമ്മൾ ആ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിനെ പൂർണ്ണമായിട്ടും ആ അറിവിനെ സ്വീകരിക്കാൻ തുടങ്ങും. അപ്പൊ ജമാൽ ഒരു കാര്യം ചെയ്യും, എന്നെ ഖുറാൻ വിശ്വസിപ്പിക്കുക. എങ്ങനെ? 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് തൗറാത്ത്, ഇഞ്ചീല്, സബൂർ ഇത് 3ഉം കാലഹരണപ്പെട്ടു പോയത് കൊണ്ടാണ് ഞാൻ ഈ ഖുറാൻ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ആയത്ത് വരുമ്പോൾ എനിക്ക്, ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഏകദേശം 116 പേരിൽ 110 പേരെങ്കിലും എന്ത് ചെയ്യും? ഈ പുതിയ പുസ്തകത്തിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങും. അത് വലിയൊരു പോസിറ്റീവ് അല്ലേ ജമാലെ? അതുകൊണ്ട് ജമാൽ എന്നെ ഒന്ന് വിശ്വസിപ്പിച്ചു. ഏത് സൂറയിൽ ഏത് അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവിടെ സഹോദരന്മാരുണ്ടില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് ഖുറാൻ വായിച്ചോളാം, ഒരു കുഴപ്പമില്ല. അതൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ വായിച്ച കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസാ ഭായി. അല്ല, വായിച്ചോളൂ, പറയൂ. എവിടാ? ഞാൻ വായിക്കാം, പറയൂ. എത്രാമത്തെ ആയത്ത്, എത്രാമത്തെ സൂറ? ഏത് സൂറയിൽ ഏത് ആയത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഖുറാന്റെ അകത്ത് തോറാത്ത്, സബൂർ, ഇഞ്ചീൽ ഇത് കാലഹരണപ്പെട്ടത് കൊണ്ടാണ് ഖുറാൻ ഇറക്കിയത് എന്നുള്ളത്? ഒന്ന് പറഞ്ഞു പറയൂ. ജമാലെ പറയൂ. ജമാൽ, ഞങ്ങളെ വിശ്വസിപ്പിക്കൂ. അള്ളാഹുവിൽ വിശ്വസിപ്പിക്കൂ. അള്ളാഹുവിന്റെ കലാമായി അള്ളാഹുവിൽ നിന്നും പറയൂ. പറയൂ, ഞങ്ങളെ വിശ്വസിപ്പിക്കൂ. ഇവിടെ ഇരിക്കുന്ന സിയാദ്, വിജു, ലീ സിസ്റ്റർ, ഉമ്മറു, ബിജു, അതുകൂടാതെ ഇത്ര ഇരിക്കുന്ന ആൾക്കാർ മുഴുവനും ഉണ്ട്. ഒന്ന് സെർച്ച് ചെയ്യും. ജോസഫ്, ഓക്കെ, ജോസഫ്, ഞങ്ങളെ ഒന്ന് വിശ്വസിപ്പിക്കൂ. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ ഇത് 3ഉം കാലഹരണപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഖുറാൻ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ആയത്ത് എന്ന് ഞങ്ങളെ ഒന്ന് വിശ്വസിപ്പിക്കൂ പ്ലീസ്. വേണ്ട, എല്ലാവർക്കും വേണ്ടത് ആ ഒരു ആയത്ത് വേണോന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞ ചാറ്റ് ബോക്സിലെല്ലാം ഒന്നൊരു എഴുതിയിട്ട് ആവശ്യമുള്ളവർ. കാരണം നമുക്ക് പുതിയൊരു പാതയിലേക്ക് ജമാൽ. അജീഷ് ബ്രദറെ, ഞാൻ വേറെ ഒറ്റ കാര്യം കൂടെ, ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചാറ്റുകൾ ഒഴിവാക്കണം. സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കട്ടെ, നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് മാത്രം സംസാരിക്കണേ. ഓക്കെ. അപ്പം ആ ജമാലെ ആ ഒരു ആയത്ത് തന്നു കഴിഞ്ഞാൽ പറഞ്ഞോളൂ ജമാലെ, പറഞ്ഞോളൂ. ഒരു തടസ്സവും ഇല്ല, ഇവിടെ കേൾക്കാൻ തയ്യാറെടുക്കുക. എല്ലാരും കാതു ഉറപ്പിച്ചിരിക്കുക. പറഞ്ഞോളൂ ജമാൽ. എന്താ ചോദിച്ചു ബ്രദറെ? ചോദിച്ച ഇത്രേ ഉള്ളൂ. ജമാല് പറഞ്ഞു കാലഹരണപ്പെട്ട പുസ്തകമല്ല, നമുക്ക് ഖുറാനാണ് ഇനി ആവശ്യം. അപ്പം ഈ ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു സബൂർ, ഇഞ്ചീല്, തോറ, അല്ലെങ്കിൽ തോറ, സബൂർ, ഇഞ്ചീൽ ഇത് 3ഉം കാലഹരണപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഖുറാൻ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ആയത്ത് തരുവാണെങ്കിൽ നമുക്ക് ഈ ഖുറാനിലേക്ക്, വിശ്വാസത്തിലേക്ക് നമുക്ക് വരാമല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ഏത് ഖുറാന്റെ അകത്ത് 1 മുതൽ 114 അധ്യായമുള്ള ഇതിൻ്റെ അകത്ത് ഏത് ആയത്തിലാണ്, ഏത് അധ്യായത്തിൽ ഏത് ആയത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരിവിടെ വായിച്ചോളൂ. ഒന്ന് പറഞ്ഞേ. ഞാൻ തൗറാത്തും ഇഞ്ചീലും കാലഹരണപ്പെട്ടതല്ല പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അത് രണ്ടും അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഖുറാൻ എടുക്കണം. ഞാൻ ഖുറാൻ എടുത്തിട്ടില്ല. എടുക്കുമ്പോ ഞാൻ ആയത്ത് പറഞ്ഞു തരാം. അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല ആ ആയത്ത്. കാരണം നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ, നമുക്കറിയില്ല. അപ്പോ ഇവിടെ ഇഞ്ചിയിലും തൗറാത്തൊന്നും നിങ്ങളുടെ കയ്യിലുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇഞ്ചിയിലും തൗറാത്തും അള്ളാഹു അവരുടെ പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തതാണ്. അത് അവരാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചത്, അല്ലാതെ മത്തായി മാർക്കോസും അല്ല പഠിപ്പിക്കേണ്ടത് നമ്മളെ. എന്താണ് മത്തായി മാർക്കോസും ഒന്നല്ല. അപ്പൊ പശു അല്ലല്ലോ അവരെ പഠിപ്പിക്കേണ്ടത്, മനുഷ്യനല്ല പഠിപ്പിക്കേണ്ടത്. അപ്പൊ പശു എഴുതിയ അധ്യായം കേട്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടിട്ട് തന്നെ മറുപടി പറയുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കേട്ടിട്ടാ മറുപടി. കാരണം മത്തായി മാർക്കോസും ഒന്നുമല്ലല്ലോ പഠിപ്പിക്കണം. ശരി, ആരിപ്പം ഖുറാൻ പഠിപ്പിക്കേണ്ട മുഹമ്മദ് അല്ല. അതാ 2ാം അധ്യായം പശു അല്ലല്ലോ, പുകയല്ലല്ലോ, കാലുകളല്ലല്ലോ, അതേപോലെ ആനയല്ലല്ലോ, ഗുഹയല്ലല്ലോ, ചെലന്തി അല്ലല്ലോ, ഇവരല്ലല്ലോ, മനുഷ്യരല്ല പഠിപ്പിക്കണ്ടേ. ജമാല്, എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ജമാല് പറഞ്ഞു പഴയത് മൊത്തം കാലഹരണപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഖുറാന് മുമ്പുള്ളത് ഏതാണ്? സബൂർ,
അല്ല ഇഞ്ചിയിൽ, സബൂർ, തോറ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ തോറ, സബൂർ, ഇഞ്ചില. ഇത് കാലഹരണപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു ഖുറാനായത്തുണ്ടെങ്കിൽ തരാനാണ് ജമാലെ പറയുന്നത്. ഉണ്ടോ? ഖുറാനായത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം നമ്മളിത് പഠിച്ചു പോണതല്ലേ. അത് നോട്ട് ചെയ്ത് വെക്കാന്ന് പഠിച്ചു പറഞ്ഞാല് ഇങ്ങനെ പോകുന്നത്. ചർച്ച വരുമ്പോഴല്ലേ ശരി, നമുക്കറിയാം. പഠിച്ച അധ്യായം അപ്പൊ അത് നോട്ട് ഏതാണ് ചെയ്ത് ജമാൽ? വെക്കും. ജമാൽ ഇപ്പൊ ഖുറാനിൽ പഠിച്ച അധ്യായം ഏതാ? അല്ല ജമാൽ ഇപ്പൊ ഖുറാനിൽ ഏത് അധ്യായം പഠിച്ചിട്ടുണ്ട്? ഞാൻ മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ മൊത്തം കാര്യങ്ങള്. പഠിച്ചോണ്ടിരിക്കുക. ശരി, ഫാത്തിഹ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലുള്ള എല്ലാ സൂറത്തുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ എന്താ ഓരോ 112 അധ്യായം പഠിച്ചോ? 112 ഇഖ്ലാസ്. ഇഖ്ലാസ്, ഏതേത്? ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? അതല്ല, ഞാൻ അധ്യായത്തിന്റെ പേര് പറഞ്ഞിട്ട് അറിഞ്ഞില്ല. ഇഖ്ലാസ് അറിയാവോ? എനിക്ക് തോന്നുന്നു അതാണ്. ഞാൻ ഈ ഖുർആനൊക്കെ എടുക്കണ ഇനി പോയിട്ട്. ശരി, അത് എടുക്കണം. ഓക്കെ. ഇനി 1-ാം അധ്യായം പഠിച്ചോ? ഫാത്തിഹ പഠിച്ചോ? ഫാത്തിഹ പഠിച്ചു. ഫാത്തിഹ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഒരു മുസ്ലിം നമസ്കാരത്തിന് നിർബന്ധമല്ലേ ഒരു ദിവസം ഫാത്തിഹ? നിർബന്ധമാണല്ലോ. മുസ്ലിം ഓക്കെ, ഓക്കെ. എന്നല്ല, എല്ലാവർക്കും നിർബന്ധമാണ് ഫാത്തിഹ പഠിക്കല്. മുസ്ലിമിന് നല്ല, മാത്രമാണോ? എല്ലാവർക്കും നല്ലതാണ്. ഓക്കെ, ഓക്കെ. ഈ 2-ാം അധ്യായം പഠിച്ചിട്ടുണ്ടോ? 2-ാം അധ്യായം പശു പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാല് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ബൈഹാർട്ട് ചെയ്യല്ലോ ചെയ്യുന്നത്. നമ്മൾ അതിന്റെ തത്വങ്ങളും ഓക്കെ. എന്താണ് അള്ളാഹു തത്വങ്ങളും പറയുന്നത് കാര്യങ്ങളൊക്കെ നോക്കുകയല്ലേ ഏകദേശം ചെയ്യുന്നത്. വായിച്ച് മനസ്സിലാക്കി പോയിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ ഓക്കെ. ഖുർആനെ നോക്കട്ടെ എടുക്കാൻ പറ്റുമോ. എടുത്തോ. നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് ജമാലിന്റെ ഒരു വോയിസ് കേൾപ്പിക്കാനുണ്ട്. നിക്ക് അച്ചമിച്ചായ ഇത് കഴിഞ്ഞിട്ട് മതി. പറയുന്നതാണോ ബ്രദറെ? അല്ല, അത് വെറുതെ അച്ചമിച്ചാൻ എന്തോ തമാശ പറഞ്ഞു, അതൊക്കെ വിട്ട് കിടക്കുന്നു. ഞാനിതുവരെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല ക്ലബ് ഹൗസിൽ. അതൊന്നും ഇല്ലാതെ ഇത് വെറുതെ പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നും ഇല്ലെന്നേ, ഞാൻ വെറുതെ ഈ സംസാരിക്കുമ്പോ വെറുതെ തമാശക്കിടയ്ക്കിടയ്ക്ക് തമാശക്ക് പറഞ്ഞു. അച്ഛൻ കുഞ്ഞു ബ്രദറിന് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ ഭയങ്കര ശത്രുവായിട്ടുണ്ട്. എന്താന്ന് അറിയില്ല. ഞങ്ങള് ഈ അതെന്താ അറിയത്തില്ല, അത് പോട്ടെന്നേ, എന്ത് അത് പറ്റിയെന്ന് പോട്ടെന്നേ. അറിയില്ല. പോട്ടെ. ഖുർആൻ എടുത്തോ? ഇല്ല, ഒരു 5 മിനിറ്റ് വേണം. എടുത്തോ. ഇന്ന് ഞാൻ പൊന്നാനിക്ക് പോയിട്ട കാര്യമുള്ളൂ. ഇങ്ങനെ കൊള്ളാം. എന്താ വൈകൊരു നിശബ്ദത? ആരും മിണ്ടണില്ല. ഞാൻ ബസ് കാത്തേക്കാണ് പൊന്നാനിക്കുള്ളത്. എന്താ മിണ്ടാട്ടിക്കടെ എല്ലാരും? അല്ല, പുള്ളി ആയത്തെടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. 5 മിനിറ്റ് ചോദിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ചോദിച്ചിട്ടുണ്ട്. അജീഷ് ബ്രദറെ, കഴിഞ്ഞ ദിവസം ഖുറാന്റെ ലിങ്ക് തന്നില്ല. ലിങ്ക് അല്ല, തഫ്സീറിന്റെ ലിങ്ക്. ഓക്കെ. ഞാനേ നോക്കട്ടെ, എന്നിട്ട് ഞാൻ തരാം. ഓക്കെ. ജമാല എന്തായി? ഖുർആൻ എടുത്തോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. മൊഴിഞ്ഞോളൂ. കേൾക്കണ്ട്. അല്ല, സാധാരണഗതിയില് ഇശാ നമസ്കാരം കഴിഞ്ഞാൽ കുറച്ചു നേരം ഖുർആൻ ഓതാണല്ലോ. ഇന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി.
ശരി, ആ നടക്കട്ടെ. ഓക്കെ 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 ആ ഓക്കെ നമുക്ക് ഈ നല്ല ഖുർആൻ കാര്യമാണ്. എടുക്കണമെങ്കിലേ ഉദു എടുക്കണം, കുറച്ച് ശുദ്ധിയൊക്കെ ഒന്നും കൂടി വരുത്തണം. എനിക്ക് ഓർമ്മയില്ല ഉദു ആ എടുത്തൊക്കെ അതെ അതെ എന്തായിരുന്നു. ആ ശരി. അപ്പൊ ഞാൻ റൂമിൽ വന്നിട്ട് ഈ എടുത്തോളാം. ഖുറാൻ എടുത്തല്ലോ അല്ലേ? ഖുറാൻ കയ്യിലിരിപ്പുണ്ടോ? പിന്നെന്താ? ഓക്കെ. അതിനകത്തെ ഈ നമ്മൾ ഈ 2-ാം അധ്യായം പശു വായിച്ചു വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് അതിന്റെ 35-ാമത്തെ ആയത്ത് നാം പറഞ്ഞു, അല്ലയോ ആദം, താങ്കളും താങ്കളുടെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് യഥേഷ്ടം ആഹാരം കഴിക്കുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്. സമീപിച്ചാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. ശരിയല്ല? ഞാൻ വായിച്ചത് ശരിയാണോ ജമാലെ?